ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം, ആ വിഷയം നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളൊരു അഭിപ്രായം പറയൂ. നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള മറുപടി ആയിരിക്കണം, നിഷ്പക്ഷമായിട്ടുള്ള മറുപടി ആയിരിക്കണം. മറ്റൊന്നുമല്ല, നമ്മുടെ മേജർ രവി എന്ന് പറയുന്ന വ്യക്തി ഒരു അഭിമുഖത്തിൽ, ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതിനെ കുറിച്ചാണ്. കാരണം മേജർ രവി എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അയാളെ പോലുള്ള ഒരു വിഷം എങ്ങനെയാണ് ഇന്ത്യൻ മിലിറ്ററിയിൽ, ഇന്ത്യൻ സൈന്യത്തിൽ പെട്ടത് എന്ന് ആലോചിച്ചിട്ടാണ് വിഷമം. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ടാവാം. പക്ഷെ ഇത്രയേറെ മനസ്സിൽ വിഷം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ വളരെ അപൂർവമായിട്ടായിരിക്കും കാണുക. കാരണം ഇയാളെ പോലെ പല സാഹചര്യത്തിലും ഇയാൾ സമൂഹത്ത് വിഷം ചീറ്റി മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ മേജർ രവി എന്ന് പറയുന്ന രവി. കാരണം ഇന്ത്യയിൽ അങ്ങ് UP-യിൽ നടക്കുന്ന മഹാകുംഭമേളയെ കുറിച്ച് ജോൺ ബ്രിട്ടാസ് MP കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം സത്യമാണ്. അതിനെക്കുറിച്ചാണ് ഇയാൾ പറയുന്നത്. ഹിന്ദുക്കളെ എന്ന് വെച്ചാൽ ഇപ്പൊ എന്തോ അതൊരു ഫാഷനാണ്. കാരണം ഹിന്ദുക്കളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ട് കിട്ടും എന്നുള്ള ഒരു ധാരണ കൊണ്ട് പറയാണ്. പക്ഷെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നല്ല നല്ല മനുഷ്യർ, എത്രയോ നല്ല മനുഷ്യർ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യം, നമ്മുടെ നാട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എത്രയോ നല്ല മനുഷ്യർ, നല്ല രീതിയിൽ, നല്ല മനസ്സുള്ളത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ചിലർ ഇതുപോലുള്ള രവിനെ പോലുള്ളവർ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി വിഷം ചീറ്റി കുറച്ച് ആളുടെ മനസ്സിൽ കുറച്ച് വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇയാൾ, അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ആ വ്യക്തി പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം ഒരു ചാനലിൽ, ഒരു ഓൺലൈൻ മീഡിയക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറയുന്ന വാക്കുകൾ, അത് മുസ്ലിങ്ങളുടെ മേൽക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ, മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽ കൈകടത്തി ഒരു വാക്ക് പറയാനുള്ള ചങ്കൂറ്റം ബ്രിട്ടാസിന് ഉണ്ടോ എന്നാണ് ചോദ്യം ഇയാളുടെ. എന്തിനാണ് മഹാകുംഭമേളയെ കുറിച്ച് സംസാരിച്ചെന്ന കാര്യങ്ങൾ മുസ്ലിങ്ങളുടെ തലയിൽ കയറ്റി വെക്കുന്നത്? ഇപ്പോ ഇനി രവിക്ക് വേണ്ടത്, ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന വ്യക്തി മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും പറഞ്ഞ് മതസ്പർദ്ധ ഉണ്ടാക്കി ആളുകളുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ഇയാൾ പറയുന്നത്. ഇനി ബ്രിട്ടാസ് ഹിന്ദുക്കൾക്കെതിരെ പറഞ്ഞു, മുസ്ലിങ്ങൾക്കും കൂടി പറയാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഈ രവി, മേജർ രവി എന്ന് പറയുന്ന രവിക്കുള്ളത്. ഇയാൾ പറഞ്ഞതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കേൾപ്പിച്ചു തരാം. ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി, എന്തെങ്കിലും 4 കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് സമയത്ത് നോക്കിയാലും ഈ ഹിന്ദു സമുദായത്തിൻ്റെ മുകളിൽ മാത്രം കുതിര കയറുന്നൊരു സ്വഭാവം ശ്രീമാൻ ബ്രിട്ടാസിനുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് മുസ്ലിംസ് അവരുടെ ഇതുപോലുള്ള വിശ്വാസങ്ങൾ കൈകടത്തിയിട്ട് ഒരു വാക്ക് പറയാനുള്ള ചാങ്കൂറ്റ ഈ മനുഷ്യൻ? എന്തിനാണ് മഹാകുംഭമേളയെ കുറിച്ച് സംസാരിച്ചെന്ന കാര്യങ്ങൾ മുസ്ലിങ്ങളുടെ തലയിൽ കയറ്റി വെക്കുന്നത്? ഇപ്പോ ഇനി രവിക്ക് വേണ്ടത്, ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന വ്യക്തി മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും പറഞ്ഞ് മതസ്പർദ്ധ ഉണ്ടാക്കി ആളുകളുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ഇയാൾ പറയുന്നത്. ഇനി ബ്രിട്ടാസ് ഹിന്ദുക്കൾക്കെതിരെ പറഞ്ഞു, മുസ്ലിങ്ങൾക്കും കൂടി പറയാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഈ രവി, മേജർ രവി എന്ന് പറയുന്ന രവിക്കുള്ളത്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് എന്താണ്? അതൊരു ഹിന്ദുക്കളെ കുറിച്ച് അവഹേളിക്കുകയോ ഹിന്ദുക്കളെ കുറ്റം പറയുകയോ അല്ല ചെയ്തിരിക്കുന്നത്. ഈ വിഡ്യൻ രവി എന്ന് പറയുന്നവൻ ഹിന്ദുക്കളെ കുറിച്ച് പറയുന്നത്, നമ്മളെ ഹിന്ദുക്കളെ കുറിച്ച് പറയാൻ കാരണം, ഹിന്ദുക്കളൊന്നും പരാതി പറയില്ല, ഹിന്ദുക്കൾ എവിടെയും ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? അത് ഹിന്ദുക്കളുടെ സപ്പോർട്ട് ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ രവി, നല്ല ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഇവിടെ ആരും തമ്മിൽ ഒരു പ്രശ്നങ്ങളില്ല. പക്ഷെ തന്നെ പോലുള്ളവരാണ് അവരെ ഇത്തരക്കാരെ പറഞ്ഞു പറ്റിച്ച് പല രീതിയിലേക്കും മാറ്റുന്നത്, പല പ്രശ്നത്തിലേക്കും എത്തിക്കുന്നതും. കാരണം എന്താണെന്നറിയോ?
തനിക്ക് ആരും കഴിയും. ഇപ്പൊ ഈ PC ജോർജ് പറയുന്ന ഒരു വൃത്തികെട്ടവനില്ലേ, അതേപോലെ തന്നെ സ്വന്തം കാര്യങ്ങൾ നേടി. നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് വേണം, ഒരു അധികാര സ്ഥാനം വേണം, എന്നാലേ നിങ്ങൾക്കൊക്കെ ജീവിക്കാൻ കഴിയുള്ളൂ. അതില്ല എന്ന് കണ്ടാൽ നിങ്ങൾക്കൊക്കെ വളരെ ഒരു തരം വിരളിയെടുത്ത ജീവിതമായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദുക്കൾ എന്നെല്ലാം പറയുന്നത്. ഹിന്ദുക്കൾക്കെതിരെയാണോ റിട്ടാസ് സംസാരിച്ചിട്ടുള്ളത്? ലിവ് ആൻഡ് ലെറ്റ് ലീവ് എന്ന്. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ മലയാളികളുടെ കയ്യിൽ നിന്ന് വല്ല 4 കയ്യടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുംഭമേളയിൽ മുങ്ങി കുളിച്ചാൽ അതാവോ ഇതാവോ. കുംഭമേളയിൽ മുങ്ങി കുളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തറവാട്ടിലുള്ള കുടത്തിലൊന്നുമല്ലല്ലോ. അത് ചില ആചാരപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ അത് ചില സംഭവങ്ങളൊക്കെ പൈതൃകമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഈ കോടിക്കണക്കിന് 20, 30, 40 കോടിക്കണക്കിന് ആളുകൾ ഒരു സ്ഥലത്ത് സംഗമിക്കുന്നത് അതൊരു വിശ്വാസത്തിൻ്റെ ഇതിലാണ്. ആ വിശ്വാസികളെ കയറിയിട്ട് ചൊറിയാൻ നിൽക്കരുത്. അതിനൊന്നും ആയിട്ടില്ല. കാരണം ഇദ്ദേഹം ഈ വെറുതെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ വല്ലതും 2 മുറി ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പോലെ മലയാളത്തിൽ ഹിന്ദുക്കളെ കയറിയിട്ട് ചൊറിയാൻ നിൽക്കരുത്. ഇതേ ആളോട് ഞാനൊന്ന് ചോദിക്കുകയാണ്, MP അല്ലേ, താങ്കളതൊന്ന് ഹിന്ദിയിൽ അവിടെ നോർത്തിൽ ഇരുന്നിട്ടൊന്ന് പറയും. എന്തിനാണോ വളച്ചൊടച്ച് രാജ്യത്തൊരു നാട്ടിലൊരു കലാപം സൃഷ്ടിക്കുന്നത്, ആളുകളുടെ വിഷം ചീറ്റി തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ തകർക്കുന്നത്? എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇയാൾ പറയുന്ന വാക്കുകൾ കേട്ടില്ലേ? നിങ്ങൾ തന്നെ വിലയിരുത്തൂ. ഇനി കുംഭമേളയിൽ നടക്കുന്ന ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന വ്യക്തി പറയാനുണ്ടായ, അദ്ദേഹം ഒരു ഹിന്ദു മതസ്ഥരെയൊന്നും കുറ്റം പറഞ്ഞതല്ല, അവിടെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞാണ്. സത്യമല്ലേ? എന്താണ് കാണിച്ചു കൂട്ടുന്നത്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എവിടേക്ക് പോകുന്നു? എത്ര വലിയ ആചാരങ്ങളായാൽ പോലും, അവിടെ വിശ്വാസങ്ങളായാൽ പോലും അത് അതിൻ്റെ മാന്യമായ രീതിയിൽ സെറ്റ് ചെയ്ത് നല്ല വൃത്തിയോടുകൂടി നല്ല സൗകര്യങ്ങളോടുകൂടി ആ ആചാരം, ആ മതവിശ്വാസങ്ങളെ കൊണ്ടു നടക്കാനുള്ള സർക്കാർ ചെയ്തു കൊടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ് കാട്ടിക്കൂട്ടുന്നത് ഒരു രാജ്യത്ത്? മറ്റുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ആരും ആരെയും കുറ്റം പറയുന്നില്ല. എല്ലാ മതസ്ഥരുടെയും എല്ലാ മതക്കാരുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ പോണം. അതിലൊന്നും യാതൊരു വ്യത്യാസങ്ങളില്ല. പക്ഷേ കണ്ണടച്ച് ഇരുട്ടാക്കരുത് രവി. കാണൂ ഈ വീഡിയോകൾ, അവിടെ നടക്കുന്ന വീഡിയോകൾ താനൊന്ന് കാണൂ. എന്നിട്ട് എന്റെ പ്രേക്ഷകരെ വിലയിരുത്തൂ. സത്യസന്ധമായ വിലയിരുത്തുകൾ, സത്യസന്ധമായ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. हे प्रभु, हे प्रभु, हे हरि राम कृष्ण जगन्नाथ प्रेमानंद, ये क्या हुआ? मुझे लैट्रिन के पानी में नहाने का शौक नहीं है। ये वो लोग जा रहे हैं नहाने के लिए जिन्होंने पाप किया है। कुंभ जहाँ पे इतनी लैट्रिन पड़ी है, इतनी गंदगी पड़ी है, लोग हक के आ रहे हैं वहाँ पे, मैं क्यों जाऊँ कुंभ? अरे जिस धर्म में पाप करने की और पाप धोने की व्यवस्था हो, वो धर्म इस देश को बर्बादी के गट में ले जाएगा। मैं काहे गंगा जी नहाने जाऊँ? मैं तो गंगा जी नहाती हूँ, औरतों को भी देख के शर्माती हूँ। जो यूँ क्या है ना, मेरी औरत की इज्जत जो है वो हो रही है, ऐसे लगा लेता है कपड़ों को। वो माँ को क्या जवाब देंगे आप? माँ को मैं क्या जवाब दूं सर? इंसान शरीर से तो हम लोग इतना थक गए हैं, मेला इतना बड़ा है, शरीर से थक गए हैं, मेंटली थक गए हैं, किसी तरह से कुछ समझ में नहीं आ रहा है। बोला जा रहा, वहाँ का प्रशासन ही बोल रहा कि 2,500 से 3,000 आदमी मरा है और सबको गायब कर दिया गया है, कि मेला में बैंड ना लगे, यहाँ मुआवजा ना देना पड़े। तो हमको कुछ नहीं चाहिए, जिस भी हाल में मेरे पापा है बस हमको लौटा दिया जाए और हमको कुछ नहीं चाहिए यार। കേട്ടില്ലേ നിങ്ങൾ ആ സ്ത്രീ പറയുന്ന വാക്കുകൾ? അത്തരത്തിലുള്ള എത്രയോ വീഡിയോകളുണ്ട്. നമുക്കതൊന്നും പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം യൂട്യൂബിന്റെ പോളിസി പ്രകാരം നമുക്കതൊന്നും അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല, യൂട്യൂബിലൂടെ കാണിക്കാൻ കഴിയില്ല. എത്രയോ വീഡിയോകളാണ്, വളരെയേറെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള, എത്രയോ മരണപ്പെട്ടതും വളരെയേറെ ഭീകരമായ രീതിയിലുള്ള വീഡിയോകളാണ്. എന്നിട്ടും അതിനെക്കുറിച്ചാണ് ഈ നമ്മുടെ MP സംസാരിച്ചത്. അതിനെതിരെയാണ് ഈ മേജർ രവി എന്ന് പറയുന്ന ആ വ്യക്തി പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം ജോൺ ബ്രിട്ടാസ് ആ MP പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യാതൊരു തരത്തിലുള്ള മറ്റൊരു മതസ്ഥരെ, ഹിന്ദു മതസ്ഥരെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളല്ല. അദ്ദേഹം കറക്റ്റ് ഫാക്റ്റാണ്, സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് ആ സ്ത്രീയുടെ അച്ഛൻ പോലും മരണപ്പെട്ടിട്ട് ആ ബോഡി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവര് പറയുന്നത് ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും ഞങ്ങൾ
തകർന്നിരിക്കുകയാണ്. ഞങ്ങൾക്കൊന്നും വേണ്ട, എന്റെ അച്ഛന്റെ ബോഡി, മൃതദേഹം ഒന്ന് കണ്ടെത്തി തരുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് ഈ മേജർ രവി ഈ ജോൺ ബ്രിട്ടാസിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. തന്നെയുമല്ല, ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് സപ്പോർട്ട് ലഭിക്കണമല്ലോ, ഹിന്ദുക്കളുടെ ഒരു സപ്പോർട്ട് ലഭിക്കണമല്ലോ. അതിനാണ് നമ്മളെ ഹിന്ദുക്കളെ എന്തിനിങ്ങനെ അവഹേളിക്കുന്നു, ഹിന്ദുക്കൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്നെല്ലാം പറഞ്ഞു. ഈ വാക്കുകളെല്ലാം കേട്ടാൽ, മേജർ രവിയുടെ വാക്കുകൾ കേട്ടാൽ ഹിന്ദുക്കളായ ആളുകൾ അവന്റെ കൂടെ കൂടി സപ്പോർട്ട് ചെയ്യും എന്നാണ് ധാരണ. സമൂഹത്ത് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി, വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മതസ്പർദ്ധ വർദ്ധിപ്പിക്കാം എന്നാണ് അവൻ ധരിച്ചിരിക്കുന്നത്. പക്ഷെ അവന് തെറ്റി. ഇത് കേരളമാണ്. പിന്നെ പറയുന്നത് കേട്ടില്ലേ, ഇതങ്ങ് മലയാളത്തിൽ ഹിന്ദുക്കളെ പറ്റി കുറ്റം പറയുന്നത്, മലയാളത്തിൽ പറയുന്നത് ഹിന്ദിയിലോട്ടൊന്ന് പറഞ്ഞു നോക്കൂ, അപ്പോൾ മനസ്സിലാവും, വിവരമറിയും എന്നാണ് ഈ മേജർ രവി പറയുന്നത്. ഹിന്ദിയിൽ അത്തരത്തിലുള്ള എത്രയോ വീഡിയോകളാണ് ഇറങ്ങിയിരിക്കുന്നത്. अरे महाकुंभ वो होता है जो शिक्षा का कुंभ होता है, वो कुंभ नहीं होता कि डुबकी लगा। अपने घरों में नहा लो, उस गंदे पानी में क्या नहाना जो चल रहा है। पाप तो तुम अपने घर में अपने कर्मों से धो लो ना। जब तुम्हारे कर्म ठीक नहीं होंगे कहाँ तक धुल लोगे। तो भैया हम प्रयागराज आए थे और ये देखो भाई, ये ठेका खुला है। एक प्राणी ऐसे भी आए हैं प्रयागराज की धरती में जिन्हें गंगा स्नान से कोई मतलब नहीं है। आ जाओ दिखाता हूँ भाई। നിങ്ങൾ കേട്ടില്ലേ ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നത്? അദ്ദേഹം നേരിട്ടുള്ള വീഡിയോ ആണ് പകർത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഇവിടെ മഹാകുംഭമേള എന്ന് പറയുന്ന ഈ ഒരു ചടങ്ങിൽ ആളുകൾ വന്ന് മുങ്ങിക്കുളിക്കാനോ പ്രാർത്ഥിക്കാനോ അല്ല, കൂടുതൽ ആളുകൾ അവിടെ വന്ന് മദ്യം വാങ്ങി കഴിക്കുകയാണ്, ലഹരികൾ, ആണായാലും പെണ്ണായാലും. ആ ഒരു ദൃശ്യമാണ് അദ്ദേഹം കാണിച്ചത്. ഇനി ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ, ഇതാണ് മുസ്ലിങ്ങൾ. അവരാണ്, ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വർഗമാണ് അവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സഹായങ്ങൾ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. പരിക്ക് പറ്റിയവരെ ശുശ്രൂഷിക്കുന്നതും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ കണ്ടില്ലേ ആരാണെന്ന്? ഒരിക്കലും ജീവിതത്തിൽ ഒരു പള്ളിയിൽ കയറിയിട്ടില്ലാത്ത ഒരു സ്ത്രീ, ഒരു മുസ്ലിം അല്ലാത്ത, ഒരിക്കലും ഒരു മുസ്ലിം പള്ളിയിൽ കയറാത്ത ഒരു സ്ത്രീയാണ് അവിടെ കയറേണ്ടി വന്നു. मैं आज यहाँ पर पहली बार आई मस्जिद में। जब मैंने बैनर देखा था बाहर, तो मैं 3 दिन से ये रोड से गुजर रही थी। मैं बैनर देख के मैं सोच रही थी कि कैसे जाऊँ मस्जिद के अंदर। इमोशन पहली बार मैडम मस्जिद है, अल्हम्दुलिल्लाह। आप जो है एकदम इमोशनल है। വളരെ മനോഹരമായ കാഴ്ചയാണ്. അവര് പള്ളിയിലേക്ക് കയറ്റി പോവാൻ വേണ്ടുന്ന തരത്തിലുള്ള സഹായങ്ങൾ മുസ്ലിങ്ങൾ ചെയ്തു കൊടുക്കും. മിസ്റ്റർ മേജർ രവി, ഇതൊക്കെയാണ് നിങ്ങൾ കാണേണ്ടത്, ഇതിനെക്കുറിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത്. हमारी डेथ हो ही जाती है। आज आपके गुरु थे जिन्होंने मुझे अंदर खींचा और मेरी बच्ची को खींचा, मेरे लिए वो भगवान से बढ़कर है। भगदड़ मची और हमसे सहन नहीं हो पाया, उतनी पब्लिक हम पे आ गई तो हमसे बिल्कुल भी सहन नहीं हो पाया। तो आज सबसे बड़ी जो हम लोगों के मन में पीड़ा है वो ये है कि हमारा मुख्यमंत्री झूठा है। वो इस बात की पीड़ा है कि वो हमारे साथ घटना घटती है हम ही से छिपा लेता है और हमको हमारे जो मृतात्मा है उनके प्रति संवेदना व्यक्त करने के लिए, उपवास तक रखने के लिए मौका नहीं दिया इस व्यक्ति ने। മിസ്റ്റർ മേജർ രവി, ഈ സ്വാമിജി പറഞ്ഞ വാക്കുകൾ താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ? കാരണം താങ്കൾക്ക് ഹിന്ദി അറിയാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് താങ്കളോട് ചോദിക്കുന്നത്, ഈ സ്വാമിജി പറഞ്ഞ വാക്കുകൾ എന്താണ് എന്ന് താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ? നമ്മുടെ MP ജോൺ ബ്രിട്ടാസ് പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ എന്താ പറഞ്ഞേ? മലയാളത്തിൽ ഇവിടെ ഈ പറഞ്ഞത്
അങ്ങെങ്ങാനും ഹിന്ദിയിലായിരുന്നു എങ്കിൽ ബ്രിട്ടാസ് വിവരം അറിഞ്ഞേനെ എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. ഇപ്പൊ ഈ സ്വാമിജി ഹിന്ദിയിലാണല്ലോ പറഞ്ഞത്. എന്താണെന്ന് താങ്കൾക്കും പിടികിട്ടി കാണും. എന്റെ പൊന്നു മിസ്റ്റർ രവി, താങ്കള് നമ്മുടെ ഈ കേരളം UP ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം താങ്കൾക്ക് വേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ, താങ്കൾക്ക് ഹിന്ദുക്കളെ പറ്റിച്ച് നാം ഹിന്ദുക്കളാണ്, നാം ഹിന്ദുക്കളെ കുറിച്ച് എന്തൊക്കെയാണ് അവർ പറയുന്നത്, സനാതന ധർമ്മത്തിൽപ്പെട്ട നമ്മളെ എന്തൊക്കെയാണ് ഇവർ പറയുന്നത്, ഇങ്ങനെല്ലാം പറഞ്ഞാൽ ഹിന്ദുക്കൾ കൂടെ കൂടി ഒരു സീറ്റ് ലഭിക്കും എന്നാണല്ലോ ധാരണ അല്ലെ? എന്താ രവി, താങ്കളൊക്കെ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ മിസ്റ്റർ രവി, താങ്കൾ ഇത് UP അല്ല, ഇത് കേരളമാണ് എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഹിന്ദുക്കൾക്കെതിരെയാണോ ബ്രിട്ടാസ് സംസാരിച്ചിട്ടുള്ളത്? എന്തിനാണോ വളച്ചൊടച്ച് രാജ്യത്തൊരു നാട്ടിലൊരു കലാപം സൃഷ്ടിക്കുന്നത്, ആളുകളുടെ ഇടയിൽ വിഷം ചീറ്റി തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ തകർക്കുന്നത്? തായാലും തന്നെ പോലുള്ളവരെ സൂക്ഷിക്കേണ്ടതുണ്ട്, വളരെ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. താനൊക്കെ എന്ന് പറഞ്ഞാൽ വിഷമാണ്. വിഷം സാധാരണ ഒരു വിഷമല്ല. എന്തായാലും ജനങ്ങൾ ഇങ്ങനത്തെ ആളുകളെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.